ആത്മാവിൻ്റെ ഫലമായ സ്നേഹവും സമാധാനവും സന്തോഷവും ജഡത്തിൻ്റെ പ്രവൃത്തികളായ ഭിന്നതയും അസൂയയും പകയും ഒരേ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. അതിനാലാണ് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രയെന്ന് പൗലോസ് നിലവിളിച്ചത്. അന്ന് യൂദാസ് ജഡത്തിൻ്റെ പ്രവൃത്തിയായ ദ്രവ്യാഗ്രഹത്തിനടിമപ്പെട്ടപ്പോൾ വിശ്വസ്തത എന്ന ആത്മഫലം അവനിൽ നിന്ന് അപ്രത്യക്ഷമായി. അതുപോലെ പത്രോസ് കോപത്തിനടിമപ്പെട്ടപ്പോൾ അവൻ തൻ്റെ വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ കാതറുത്തപ്പോൾ അവനിലെ ദീർഘക്ഷമ എന്ന ആത്മഫലത്തിനല്ലേ മുറിവേറ്റത്. ആകയാൽ ഇനി ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. എന്തെന്നാൽ വചനം പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും.